എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കേട്ടാണെങ്കിൽ ചിരിച്ചു പോകും. എനിക്കൊരു ഫോൺ ഉണ്ടായിരുന്നു, ഞാനത് റിട്ടേൺ കൊടുക്കാൻ വേണ്ടി വന്നതാണ്. സാംസങ് S23 അൾട്ര. ഞാൻ റോജേഴ്സിൽ നിന്ന് എടുത്തായിരുന്നു, ഞാനത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി വന്നതാണ്. എന്നിട്ട് എനിക്ക് തിരിച്ചു പോകണം. ഞാൻ പിന്നെ ഇതൊരു അഡ്വഞ്ചറസ് ട്രിപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് തന്നെ ഇരുന്നത്. ഞാൻ ക്യൂബക് സിറ്റിയിലേക്ക് പോകണമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഫോൺ ഇന്ന് റിട്ടേൺ കൊടുക്കേണ്ടതുകൊണ്ട് നാളെ എനിക്ക് പോകാൻ മാപ്പൊന്നും ഇല്ലല്ലോ. അപ്പോൾ എങ്ങനെ പോകാനൊന്നും ചെയ്യാനൊന്നുമില്ല. അപ്പം ഞാനെന്ത് ചെയ്ത്, ഞാനോർത്തു എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, സമയം പോകാനൊരു വഴിയായല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനെന്ത് ചെയ്ത്, ഫോണിന്ന് ഞാൻ കൊണ്ടു കൊടുത്തു. റോജേഴ്സ് അത് എടുത്തു, ഞാൻ ഫോൺ കൊണ്ട് കൊടുത്തു. തിരിച്ചെനിക്ക് വീട്ടിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ വഴി അറിയില്ലല്ലോ. ലവാല്, മോൺട്രിയൽ, ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വഴികളൊന്നും സത്യം പറഞ്ഞാൽ അറിയത്തുപോലുമില്ല. പിന്നെ ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ റിസ്ക് അങ്ങ് എടുത്തേക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫോൺ കൊടുത്തു കഴിഞ്ഞിട്ട് വണ്ടി എടുത്തുകൊണ്ട് നേരെ അങ്ങ് പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ അടിക്കണം. എൻ്റെ വണ്ടിക്ക് ആകെ 23 ഉണ്ടായിരുന്നു, 23 കിലോമീറ്ററോടെ പോകുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനെന്ത് വിചാരിച്ച്, ഓക്കെ ഇനിയിപ്പോൾ അതുകൊണ്ട് വിട്ടുപോകണ്ട എവിടെയെങ്കിലും, അത്രയും വലിയ ടാസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത്, ഓക്കെ എണ്ണ അടിച്ച് വെച്ചേക്കാം. കഴിഞ്ഞിട്ട് നമുക്ക് എവിടെയാണോ പെടുന്നത് സാരമില്ല, നമുക്ക് അവിടെ നിന്ന് അങ്ങ് പോവാം എന്നുള്ള മൈൻഡിലായി. അപ്പം ഞാൻ എന്ത് ചെയ്ത്, എണ്ണ അടിക്കാൻ വേണ്ടി കയറിയ സ്ഥലത്തു നിന്ന് എന്തെങ്കിലും ഒരു ഐഡിയ വേണ്ടേ, നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് 4 ദിക്കുകളുണ്ട്, എങ്ങോട്ടെങ്കിലും ഒരു സ്ഥലത്തേക്ക് വേണ്ട പോകാൻ, വീട്ടിലേക്ക് എത്താൻ. അപ്പം ഞാനങ്ങനെ ഒരു പുള്ളിയുടെ അടുത്ത്, ഒരു അറബ് മനുഷ്യൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ഓക്കെ എനിക്ക് സെൻറ്റ് ലോറൻസിലേക്കാണ് പോകേണ്ടത്, അപ്പോൾ അങ്ങോട്ടുള്ള ഒരു മാപ്പിൻ്റെ എങ്ങനെ പോകേണ്ടതെന്നൊന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചു. പുള്ളി പെട്ടെന്ന് മാപ്പൊക്കെ എടുത്ത് എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് പുള്ളി എനിക്ക് ആ മാപ്പൊക്കെ പറഞ്ഞു തന്നു. ഞാനെന്ത് ചെയ്തു, എൻ്റെ കയ്യിൽ ലാപ്ടോപ്പ് ഉണ്ട്, പക്ഷേ ലാപ്ടോപ്പ് മാപ്പ് എടുക്കണമെന്നുണ്ടെങ്കിലും ഇൻ്റർനെറ്റ് വേണമല്ലോ, ഇല്ല എൻ്റെ കയ്യിൽ. അപ്പോൾ ഞാനെന്ത് ചെയ്തു, ഓക്കെ ലാപ്പിൽ കീപ്പ് നോട്ട്സിൽ ഞാൻ അടിച്ചെടുത്തു സ്ഥലങ്ങൾ. ഓക്കെ അവിടെ ചെല്ലുമ്പോൾ റൈറ്റ് ലെഫ്റ്റ് ഇതൊക്കെ മോൺട്രിയലിൽ എങ്ങനെ നടക്കാനാണ്. എന്നാലും ഇപ്പം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും ഞാനൊരു ലെഫ്റ്റ് എടുത്തു കേട്ടോ. ഞാനിവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതാണ് എൻ്റെ ലൊക്കേഷൻസ്. ഞാനിവിടെ ഒരു മാപ്പ് ഓൺ ചെയ്ത് വെച്ച് നോക്കിയതാണ്, നേരത്തെ പോയ ഒരു സ്ഥലത്തിൻ്റെ. പക്ഷേ നെറ്റ് കട്ടായി കഴിഞ്ഞപ്പോൾ അത് മുഴുവൻ പോയി. അപ്പം അങ്ങനെ ഞാൻ വന്ന് പെട്ടിരിക്കുകയാണ്. പെട്ടിരിക്കുക എന്ന് പറയാനില്ല, എന്നാലും ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എത്തിയിരിക്കുക. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, ഇതൊക്കെ ഞാൻ ഒരാളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചിരി വരുമല്ലോ എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. അങ്ങനെ ഞാനിപ്പോൾ ആ സ്ട്രീറ്റിലാണ് ഉള്ളത്, കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് ആ സ്ഥലങ്ങൾ. പിന്നെ ഞാൻ ഇവിടെയൊക്കെ കണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് ഞാനിങ്ങനെ ഒരു സ്ഥലം വെച്ച്, നമുക്കപ്പോൾ സ്ഥലം പഠിക്കുകയും ചെയ്യാം. എന്തായാലും ഞാൻ കുറച്ച് നാൾ ഇവിടെ നിൽക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ കറങ്ങി നടക്കുമ്പോൾ നമുക്ക് കുറച്ച് സ്ഥലങ്ങൾ കണ്ട് പഠിക്കുകയും ചെയ്യാം. പിന്നെ സമയവും പൊക്കോളും. നല്ലൊരു സ്കീമല്ലേ. എനിക്കിപ്പോൾ 2 അറിയാവുന്ന സ്ഥലങ്ങളിൽ ഞാൻ എത്തിയിട്ടുണ്ട്. ഒന്ന് ഹെൻറി ബോഴ്സ. അപ്പോൾ ഞാൻ ആ സ്ട്രീറ്റിൽ ഇങ്ങനെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു വലിയൊരു ആ ഒരു സ്ട്രീറ്റിൻ്റെ പേരാണ് സെൻറ്റ് ലോറൻ. അപ്പോൾ സെൻറ്റ് ലോറനിൽ നമ്മൾ കോട്ട് വെർച്ചു എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് നമ്മൾ എത്തേണ്ടത്. അതെ, ഇപ്പം ഞാൻ സെൻറ്റ് ലോറനിൽ എത്തി. ഇനി ഇവിടുന്ന് ഞാനിപ്പോൾ ഒന്ന് എടുത്ത് പോയി നോക്കി. റൈറ്റ് പോയി എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പം എനിക്ക് ഒരു സ്ഥലം അറിയത്തില്ല. ഞാൻ ആ വഴിയുടെ എത്തി. ഞാനൊക്കെ ആലോചിച്ചിട്ടുണ്ട് ആ സ്ഥലത്തിൻ്റെ എൻ്റെയൊക്കെ എന്തായിരിക്കും, കടലാണോ കോപ്പാണോ എന്തായിരിക്കും. ഞാനങ്ങനെ പോയി നോക്കി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതൊരു വലിയൊരു ലേക്കായിരുന്നു. പക്ഷേ ആ ലേക്കിലേക്ക് നമുക്കൊരു എൻട്രി ഉണ്ടായിരുന്നില്ല, കാരണം അവിടെ ഒരു വലിയൊരു ഗേറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എൻട്രി നമുക്ക് അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ സ്റ്റോപ്പായിരുന്നു. പിന്നെ നോ എൻട്രി സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ എൻട്രി ചെയ്യാനും നിന്നില്ല. കറങ്ങി തിരിച്ച് പിന്നെ വന്ന വഴി ഞാൻ ഇവിടെ എത്തി. വീണ്ടും ഇതാണ് സെൻറ്റ് ലോറ അറ്റ് ഹെൻറി ബോഴ്സ. ഇനിയിപ്പം എൻ്റെ ഒരു വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് നേരെ ലെഫ്റ്റ് എടുത്തിട്ട് സെൻറ്റ് ലോറാൻ്റെ വഴി ചിലപ്പോൾ പോയി കഴിയുമ്പോൾ എനിക്ക് മേ ബി കോട്ട് വെർച്ചു എന്നുള്ളൊരു സ്ഥലമോ അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ജോലി സ്ഥലത്തിനടുത്തുള്ള ഒരു സ്റ്റേഷനോ എന്തെങ്കിലും ഞാൻ എത്തുമായിരിക്കും. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് വേണം അടുത്ത ഒരു രീതിയിലേക്ക് പോകാൻ. ഇവിടെ ഇപ്പം എനിക്ക് കിട്ടിയ പുതിയൊരു അപ്ഡേഷനാണ്. എൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് എനിക്ക് പോകേണ്ട സ്ഥലം, എൻ്റെ വീട്. മോൺട്രിയൽ കാരനോട് ഞാൻ ചോദിച്ചു. അപ്പോൾ പുള്ളിനോട് പറഞ്ഞു, ഇതുവഴി കയറി കഴിഞ്ഞാൽ നീ ഇപ്പം എക്സ്പ്രസ് ഹൈവേയിൽ കയറണം. എക്സ്പ്രസ് ഹൈവേയിൽ കയറി കഴിഞ്ഞിട്ട് ഞാൻ ഏതെങ്കിലും ഒരു എക്സിറ്റ് എടുത്തിട്ട് വേണം ഇറങ്ങി എൻ്റെ വീട്ടിലേക്ക് എത്താൻ വേണ്ടി. അപ്പോൾ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഹൈവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് കയറി
ഒരു എക്സിറ്റ് മിസ്സായി കഴിഞ്ഞാൽ അടുത്ത എക്സിറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരുപാട് കിലോമീറ്റേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും. പിന്നെ അവിടുന്ന് നമ്മുടെ തിരിച്ചുള്ള സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ നമ്മൾ എങ്ങനെ ഏത് വഴിക്ക് വരുമെന്നൊന്നും അറിയത്തില്ല. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മോൺട്രിയൽ നല്ല ഇവിടെ തന്നെ ഇവിടെ എവിടെയെങ്കിലും ഇതുപോലത്തെ ടൗണുകൾ ലൈക്ക് ടൊറൻറ്റോ അല്ലെന്നുണ്ടെങ്കിൽ മോൺട്രിയൽ ഇതുപോലെയുള്ളൊരു സ്ഥലത്ത് ജീവിക്കണമെങ്കിൽ എന്തായാലും ഫോണില്ലാതെ നമുക്ക് പറ്റത്തില്ല. അല്ലെന്നുണ്ടെങ്കിൽ അതുപോലെ ഫോൺ ഉപയോഗിച്ച് നമ്മൾ ജീവിച്ച് നമ്മൾ ഇതുവഴി ഒരുപാട് സ്ഥലങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ഇവിടെ മുഴുവൻ കാണാപ്പോടായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വീണ്ടും ഫോണില്ലാതെ നമുക്കിവിടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് എവിടെ പോകണമെന്നുണ്ടെങ്കിലും നമുക്ക് ഫോണ് എന്തായാലും വേണ്ടി വരും. എന്തായാലും ഞാൻ റിസ്ക് എടുക്കാൻ തീരുമാനിച്ചു. അപ്പം ഞാൻ ഇപ്പോൾ ഹൈവേയുടെ തൊട്ട് താഴെ തന്നെ ഉണ്ട്. ഇപ്പോൾ ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ഹൈവേ. അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് ചാടി ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഏതാണ്ട് അറിയാവുന്ന ഒരു സ്ഥലം പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ എനിക്കറിയില്ല കേട്ടോ, അങ്ങനെ തോന്നിയാൽ ഞാൻ ഇവിടെ വരെയൊക്കെ എത്തിയത്. പക്ഷേ ഇനിയിപ്പോൾ ഞാൻ അതേ വിശ്വാസമില്ല. എനിക്ക് ഭയങ്കര വിശ്വാസം, അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ തന്നെ ഞാൻ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു 15 മിനിറ്റ് എത്തായിരുന്നു. ഇപ്പം ഞാൻ ഏകദേശം ഒരു 45 അല്ലെങ്കിൽ 1 മണിക്കൂർ എന്തെങ്കിലും എടുത്ത് കാണും ഇങ്ങനെ കറങ്ങി നടന്നിട്ട്. പക്ഷെ എനിക്ക് ഒരുപാട് സ്ഥലങ്ങളും ഒരുപാട് കാര്യങ്ങളും എല്ലാം കാണാൻ പറ്റും കേട്ടോ. അതിൽ ഞാൻ ഹാപ്പിയാണ്. അങ്ങനെ ഗൈസ്, നമ്മളിത് നമ്മുടെ വീടെത്തിയിരിക്കുകയാണ്. ഒരു 150 മീറ്ററിൽ ഞാൻ നമ്മുടെ വീടെത്തി. ഇപ്പോൾ ഈ ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ടോ? അത് കഴിഞ്ഞിട്ടൊരു രണ്ടാമത്തെ വണ്ടി കിടക്കുന്ന അവിടെയാണ് എൻ്റെ അപ്പാർട്ട്മെൻറ്റ്. ഞാൻ ഇവിടെ പാർക്കിങ്ങിൽ എൻ്റെ വണ്ടി കൊണ്ടിടാൻ വേണ്ടി പോകും, എന്നിട്ട് നേരെ വീട്ടിലേക്ക്. ഓക്കേ, അപ്പം ഞാൻ വീടെത്തിയോ ഇല്ലയോ എന്ന് നിങ്ങളെങ്ങനെ അറിയാനാന്നല്ലേ, അതെനിക്ക് മനസ്സിലായി. അപ്പോൾ ഇതാണ് എൻ്റെ അപ്പാർട്ട്മെൻറ്റ്. ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പാർട്ട്മെൻറ്റ് നമ്പർ 2. ഇതുപോലെ ഇനി അടുത്ത ഓരോ പരിപാടികളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ സല്യൂട്ട്.